രാജ്യത്ത് തകർക്കപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റാണ്, ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ് എന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞ സംഗതിയാണ്. VP സിംഗ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് പറഞ്ഞത്, ബാബരി മസ്ജിദിന്റെ കുംഭഗോപുരങ്ങൾ 3 തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അതിലൂടെ തകർക്കപ്പെട്ടത് പുരാതനമായ ഒരു പള്ളിയുടെ കുംഭഗോപുരങ്ങളല്ല, ഇന്ത്യ രാജ്യത്തിന്റെ 3 കുംഭഗോപുരങ്ങളാണ്. ഒന്ന് പാർലമെന്റ്, മറ്റൊന്ന് ജുഡീഷ്യറി, വേറെയൊന്ന് ഭരണഘടന. ഇത് 3 തകർക്കപ്പെടുന്നതിലൂടെ ഇന്ത്യയുടെ മരണമണിയാണ് മുടങ്ങിയത് എന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ദേശീയ നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് വിളിച്ചു പറഞ്ഞു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കുംഭഗോപുരങ്ങളാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി തകർന്നു തരിപ്പണമായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഈ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ബാബരി മസ്ജിദിന്റെ കുംഭഗോപുരങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. ആ ബാബരി മസ്ജിദിന്റെ കുംഭഗോപുരങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിലൂടെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ തകർക്കപ്പെട്ട ഭരണഘടനാ മൂല്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുക. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ബാബരി മസ്ജിദിന്റെ പതനത്തിന്റെ സന്ദർഭത്തിൽ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറഞ്ഞ സംഗതിയാണ്. ഇന്ത്യ രാജ്യത്ത് വിവിധ പത്രങ്ങൾ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലുമുള്ള പത്രങ്ങൾ അവർ മുഖപ്രസംഗം എഴുതിയ സംഗതിയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വമാണ് ഇവിടെ തകർക്കപ്പെട്ടത്, ഇന്ത്യയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നവർ പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ മരണത്തിൽ നിന്ന് മരണശയ്യയിൽ കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിഷേധ സംഗമം. ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു വർഗീയമായ പ്രശ്നമല്ല. ചിലർ അങ്ങനെയാണ് കരുതിയത്, ചില ക്രമസമാധാന പാലകന്മാർ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്, ചില ആളുകൾ അങ്ങനെയാണ് ധരിച്ചു വശരായിട്ടുള്ളത്. ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന്. ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, ഇത് നീതി നിഷേധത്തിന്റെ പ്രശ്നമാണ്, ഇത് അവകാശ ധ്വംസനത്തിന്റെ പ്രശ്നമാണ്, ഇത് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്, ശബ്ദമാണ് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ചയിലൂടെ ഇവിടെ തകർക്കപ്പെട്ടത് എന്താ? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു പറഞ്ഞത്, ഇന്ത്യ രാജ്യം ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ്. രാഷ്ട്രം ബാബരി മസ്ജിദ് നിർമ്മിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നു എന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി. മാത്രവുമല്ല, നമ്മുടെ ഇന്നത്തെ പ്രതിരോധ മന്ത്രിയായ AK ആന്റണി പറഞ്ഞത്, ബാബരി മസ്ജിദ് തകർത്തതിന് ഒരേ ഒരു പ്രായശ്ചിത്തം മാത്രമേ ഉള്ളൂ, അത് തൽസ്ഥാനത്ത് അതേ പള്ളി അതേ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി പുനർനിർമ്മിച്ചു കൊടുക്കൽ മാത്രമാണ് എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇവരിതൊക്കെ മറന്നു കളഞ്ഞു, ഇവരിതൊക്കെ മറന്നു. ഇന്ന് പ്രതിഷേധിക്കുന്നത് പോലും തീവ്രവാദമാണ്, പ്രതിഷേധിക്കുന്നത് പോലും എന്തോ ഒരു അപാകതയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേശ്യയുടെ വാഗ്ദാനത്തിന്റെ പോലും വിലയില്ല എന്ന് നമ്മൾ രാജ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുകയാണ്. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ ഇവിടെ ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മുടെ പ്രതിഷേധം. ഈ രാജ്യം നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ രാജ്യമുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ ഒരു പൂങ്കാവനത്തിന് വർണ്ണശമ്പളിമയാർന്ന കുസുമങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ രാജ്യം അവർ സ്വപ്നം കണ്ടതാണ്. ആ ഇന്ത്യ രാജ്യത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയാണ്, ആ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടി ആദ്യം ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ബാബരി ധ്വംസനത്തിലൂടെ എന്ന് വിളിച്ചു പറഞ്ഞത് സംഘപരിവാരാണ്. ഇല്ല, അനുവദിക്കാൻ പാടില്ല. ഈ ഇന്ത്യ രാജ്യം ഒരു മതേതരത്വ രാജ്യമായിട്ട് നിലകൊള്ളുക തന്നെ വേണം. നിയമവാഴ്ചയെ മറപിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിയമവാഴ്ച അനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അവർക്കതിന് പാരമ്പര്യമാണുള്ളത്. നിയമം ഒരു ലംഘിച്ചിട്ടില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും ജനാധിപത്യപരമായിട്ടാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്. ഇന്നും ജനാധിപത്യപരമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് മുസ്ലിങ്ങൾ. ജനാധിപത്യപരമായി തന്നെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ശാക്തീകരണത്തിലൂടെ, ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിലൂടെ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടും. അതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള ചുവടുവെപ്പുകളാണ് ഇന്ത്യ രാജ്യത്ത്
അടക്കി ഭരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നീതിയും സത്യവും ഈ ലോകത്ത് പുലരുക തന്നെ ചെയ്യും. നീതിക്കും സത്യത്തിനും അങ്ങനെയൊരു വിധിയുണ്ട്. അധർമ്മത്തിന്റെയും അനീതിയുടെയും കാർമേഘങ്ങൾ നീങ്ങിപ്പോകണം. നീതിയുടെയും സത്യത്തിന്റെയും സൂര്യൻ ഉദിച്ചുയരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ് നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ആലോചിക്കേണ്ടത് ബാബരി മസ്ജിദിന്റെ നീതി നിഷേധം മാത്രമല്ല, അത് തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രം കൂടി നിർമ്മിക്കുകയുണ്ടായി. രണ്ടാമത്തെ നീതി നിഷേധം. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞവരുടെ കാപട്യം നമ്മൾ മനസ്സിലാക്കണം. ബാബരി മസ്ജിദ് തകർത്തത് ഏറ്റവും വലിയ നീതി നിഷേധം. അതിനുശേഷം അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ അവർക്ക് അവസരം നൽകി കൊടുത്തു സംഘ് ശക്തികൾക്ക് എന്നുള്ളതും മറ്റൊരു നീതി നിഷേധമാണ്. മൂന്നാമത്തെ നീതി നിഷേധം നമ്മൾ കാണണം. ഈ ബാബരി മസ്ജിദിന്റെ കുറ്റവാളികളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് ഡിസംബർ 6 കഴിഞ്ഞ് ഡിസംബർ 16-ാം തീയതി മൻമോഹൻ ലിബർഹാൻ എന്ന പേരിലുള്ള സുപ്രീം കോടതി മുൻ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിരുന്ന ലിബർഹാനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. 3 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ 3 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, 17 വർഷങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് 700 ലക്ഷം രൂപയാണ് ഈ റിപ്പോർട്ട് പഠിച്ച് ഇതിന്റെ വസ്തുതകൾ കണ്ടെത്താൻ വേണ്ടി ചെലവഴിച്ചത്. 700 ലക്ഷം രൂപ. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവൻ പോലും നികുതി പണമായിട്ട് നൽകുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇന്ത്യ രാജ്യത്ത് സമർപ്പിച്ചു. 2009 ജൂൺ 30-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് റിപ്പോർട്ട് വെച്ചത്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് ധ്വംസനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ബാബരി മസ്ജിദ് ധ്വംസനമെന്ന് അന്നത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ വിശേഷിപ്പിച്ചുവെങ്കിൽ, ആ ദുരന്തത്തിന്റെ പിന്നിലെ കുറ്റവാളികളെ, ക്രിമിനലുകളെ വെളിച്ചത്ത് കൊണ്ടുവന്ന ലിബർഹാൻ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ആ 68 പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ നട്ടറ്റുള്ള ഒരു മതേതര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുണ്ടോ? കോൺഗ്രസ് മുസ്ലിം സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും പെരുമറയിടിക്കുന്നവരാണല്ലോ ഇവരുടെ കാപട്യം നമ്മൾ തിരിച്ചറിയണം. ഇടതുപക്ഷ കക്ഷികൾ മുസ്ലിം സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, സംരക്ഷണത്തിന്റെ കാവലാളുകളായിട്ട് ചമയുന്നവരാണ്. പക്ഷേ ഈ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം ഇന്നും പാർലമെന്റിൽ ഒരു ശക്തിയായി നിലകൊള്ളുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ എന്തു സമരമാണ് നടത്തിയത്? ബാബരി മസ്ജിദ് സംരക്ഷിക്കണം, അല്ലെങ്കിൽ ബാബരി മസ്ജിദിന്റെ കുറ്റവാളികളെ ഒരു പ്രതീകാത്മകമായിട്ട് അരമണിക്കൂറെങ്കിലും തുറങ്കയിലടക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അടൽ ബിഹാരി വാജ്പേയി, LK അഡ്വാണി, മുരളി മനോഹർ ജോഷി, സ്വാതി ഉദംബര, അശോക് സിംഗാൾ, ബാൽ താക്കറെ തുടങ്ങി 68 പ്രതികളെയാണ് ലിബർഹാൻ വെളിച്ചത്ത് കൊണ്ടുവന്നത്. വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നേരത്തെ അറിയുന്നതാണ് ഇവരൊക്കെ കുറ്റവാളികളാണ് എന്ന്. പട്ടാപ്പകലാണല്ലോ ബാബരി മസ്ജിദ് തകർത്തത്. പക്ഷേ എന്നാൽ നമ്മുടെ രാജ്യത്തൊരു നിയമ നടപടികളും ഒരു പ്രോസസ്സും ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് നടപടിയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു. 2009 ശേഷം 2012 എത്തി. ഒരു നടപടിയും ഇന്ന് അവരെ സ്വീകരിച്ചിട്ടില്ല. നീതി നിഷേധം അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി നിഷേധത്തിന്റെ തുടർക്കഥകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. പല നിലയിലുള്ള നീതി നിഷേധങ്ങൾ. ബാബരിയുടെ ചരിത്രം നമ്മൾ തലമുറകളായിട്ട് കൈമാറേണ്ടതുണ്ട്. അത് വിസ്മരിക്കപ്പെടേണ്ടതല്ല. വിസ്മൃതിയാണ്, മറവിയാണ് ഫാഷിസത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓർമ്മകളിലൂടെ, ഓർമ്മ പുതുക്കലുകളിലൂടെ നമ്മൾ തലമുറകൾ കൈമാറണം. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും കാതിൽ മന്ത്രിച്ചു കൊടുക്കണം ബാബരിയുടെ ചരിത്രം. ഇന്ന് 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരന് ബാബരിയുടെ ദുരന്തത്തിന്റെ വേദന അറിയാൻ സാധിച്ചിട്ടില്ല. അത് അറിയിച്ചു കൊടുക്കണം അവന്റെ നെഞ്ചടത്തിലേക്ക്. എന്തായിരുന്നു ബാബരി മസ്ജിദ്? ഇവിടെ മൗലാന സൂചിപ്പിച്ചതുപോലെ 1528 ബാബർ ചക്രവർത്തിയുടെ അയോധ്യയിലെ ഗവർണറായിരുന്ന മീർബാക്കിയാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത്. അതിനുശേഷം 421 വർഷക്കാലം മുസ്ലിങ്ങൾ അവിടെ സുജൂദ് ചെയ്തു വരുന്നുണ്ട്. അവിടെ ആരാധനാക്രമം നിർവഹിച്ചു വരുന്നുണ്ട്. അവിടെ നമസ്കാരം നിർവഹിച്ചു വരുന്നുണ്ട്. ആ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബറിന്റെ ബാങ്ക്വലികൾ മുടങ്ങി വന്നിട്ടുണ്ട്. 1949 ഡിസംബർ 22-ാം തീയതി ഇശാ നമസ്കാരത്തിനുള്ള ബാങ്ക്വലി ആ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അബ്ദുൽ ഗഫാർ മൗലവിയാണ്, അദ്ദേഹം മരണപ്പെട്ടു.
91 മരണപ്പെട്ടു. അദ്ദേഹമാണ് ഇശാ നമസ്കാരത്തിന് അവിടെ ഇമാമത്തായിട്ട് നേതൃത്വം നൽകിയിരുന്നത്. അതുവരെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന മസ്ജിദാണ് ബാബരി മസ്ജിദ്. എന്ന് മുതലാണ് ബാബരി മസ്ജിദ് തർക്ക വിഷയമായത്? അയോധ്യ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നില്ല. അയോധ്യ ഹിന്ദുക്കളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സന്ദേശത്തിന്റെ ഭാഗമായിട്ട്, എന്ന കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ കള്ള ചരിത്രങ്ങൾ നിർമ്മിക്കുകയും അയോധ്യ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം രാമജന്മഭൂമിയാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അത് 1850കളിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ കോടതിയിൽ ഈ രഘുബീർ ദാസിനെ പോലെയുള്ള ആളുകൾ ഹർജി നൽകുകയും ബ്രിട്ടീഷ് കോടതി തന്നെ അത് മസ്ജിദാണ്, അത് ശ്രീരാമ ജന്മഭൂമിയല്ല, അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രസ്താവിക്കുകയായിരുന്നു. പിന്നീട് പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണ് 1949. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സന്നദ്ധമായ ഗാന്ധിജിയെ ആദ്യം കശാപ്പ് ചെയ്തു. രണ്ടാമതായി 48 ശേഷം 49 ബാബരി മസ്ജിദിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ബാബരി മസ്ജിദ് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആ വിഗ്രഹം എടുത്തു മാറ്റണമെന്ന് ജവഹർലാൽ നെഹ്റു UP മുഖ്യമന്ത്രിക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷെ അത് സ്വീകരിക്കുവാൻ സന്നദ്ധമായില്ല. ഇവിടെ സൂചിപ്പിച്ച KK നായർ അതിന് സമ്മതിച്ചില്ല. മലയാളിയാണ്, അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ബാബരി മസ്ജിദ് പൂട്ടിയിടുകയാണ്. പിന്നീട് 1986 ബാബരി മസ്ജിദിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ആരാധിക്കുവാൻ, സംഘപരിവാറിന് ആരാധിക്കുവാൻ വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ആ വിധി പ്രഖ്യാപിച്ചത് KM പാണ്ഡെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, KM പാണ്ഡെ ആ വിധി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പറയുന്നത്, ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഒരു കുരങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്തും വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിലും വിധി പ്രഖ്യാപിച്ചതിന് സമയത്ത് കോടതിയിലും ആ കുരങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് അതെന്തൊക്കെ അസാധാരണമായ ചില സംഗതികളൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഇത് ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ജഡ്ജിക്ക് വിധി പറയാൻ കിട്ടിയ വഹിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ്, ന്യായത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലല്ല.